കഴിഞ്ഞ ദിവസം ഹിസ്ബുള്ളയെ ലക്ഷ്യം വെച്ചുകൊണ്ട് ലബനാനിലേക്ക് ഇസ്രായേലിൻ്റെ കുറേ മിസൈലുകൾ വന്നു. തിരിച്ചും ഹിസ്ബുള്ള ഇസ്രായേലിലേക്ക് മിസൈലുകൾ അയച്ചു, തിരിച്ചടിച്ചു എന്ന് അവർ അവകാശവാദം ഉന്നയിക്കുകയും ചെയ്യുന്നുണ്ട്. ബെഞ്ചമിൻ നെതന്യാഹു 48 മണിക്കൂർ അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ചിരിക്കുകയാണ് രാജ്യത്ത്. അതായത് ഇസ്രായേലും ഹിസ്ബുള്ളയും തമ്മിൽ നേരിട്ട് യുദ്ധത്തിന് വഴിയൊരുങ്ങുന്നു എന്നുള്ളൊരു ആശങ്കയാണ് നിലവിലുള്ളത്. അങ്ങനെ ഒരു സാധ്യത കാണുന്നുണ്ട് നാസർക്ക്? അതാണല്ലോ ഇന്നലത്തെ സംഭവത്തിൻ്റെ തുടക്കം തന്നെ. വളരെ ഡയറക്റ്റായിട്ട് ഹിസ്ബുള്ളക്കെതിരെ ഇസ്രായേലിൽ നിന്ന് നേരിട്ട് ആക്രമണം തുടങ്ങിയാണ്. അതിന് പറഞ്ഞ കാരണം തന്നെ ഹിസ്ബുള്ള വൻതോതിൽ ആക്രമിക്കാൻ വേണ്ടി തയ്യാറെടുക്കുന്നു എന്ന വിവരം കിട്ടിയപ്പം, വിവരം കിട്ടിയത് അമേരിക്കയുടെ ഇൻ്റലിജൻസ് ഏജൻസികളിൽ നിന്നാണ് എന്നുള്ളത്. അപ്പം അവർ തയ്യാറെടുക്കുന്നു എന്ന വിവരം കിട്ടിയപ്പം അടിച്ചു എന്നതാണ് എല്ലാ ഏജൻസികളും പറയുന്നത്. പ്രിയംറ്റീവ് അറ്റാക്ക് തന്നെയാണ് എല്ലാവരും പറയുന്നത്. അങ്ങനെയാണെങ്കിൽ അത് ഇസ്രായേൽ മാത്രമല്ല, ഈ പറയുന്നത് പോലെ അമേരിക്കയും ഇസ്രായേലും കൂടെ തയ്യാറെടുത്തിട്ട് തീരുമാനമെടുത്തിട്ട് ചെയ്യുന്നത് പോലെ തന്നെയാണ് തന്നെയല്ല. കഴിഞ്ഞ ഏതാണ്ട് ഒരാഴ്ചയോളമായിട്ട് ആ മേഖലയിൽ മാത്രമല്ല, പിന്നെ ഈ ഉക്രൈനും റഷ്യയും തമ്മിലുള്ള സംഭവത്തിൽ കഴിഞ്ഞ ഒരാഴ്ചയിലധികമായിട്ട് കണ്ടുവരുന്ന പിന്നെ മുന്നേറ്റങ്ങൾ എന്ന് പറഞ്ഞാൽ ശരിക്കും കഴിഞ്ഞ ഒരാഴ്ചയിലധികമായിട്ട് കാണുന്നത് ഉക്രൈൻ്റെ മുന്നേറ്റമാണ്. ഉക്രൈന് നാറ്റോയുടെ അടുത്തുനിന്നാണെങ്കിലും അതല്ല അമേരിക്കയുടെ അടുത്തുനിന്നാണെങ്കിലും നന്നായിട്ട് ആയുധങ്ങൾ കിട്ടുകയും ആയുധങ്ങൾ ഉപയോഗിക്കാൻ തുടങ്ങി. ഇപ്പം പിന്നെ ഉപയോഗിക്കാൻ തുടങ്ങുകയും ചെയ്തതിന് അവിടെ റഷ്യയെ അവിടെ തന്നെ പിടിച്ചിടുക എന്നുള്ളൊരു സംഭവം വന്നു. അതിനുശേഷം തന്നെ റഷ്യക്കെതിരെയും റഷ്യയുടെയും സിറിയയുടെയും സേനകൾക്കെതിരെ സിറിയക്കകത്ത് അമേരിക്ക അടക്കമുള്ള സംവിധാനങ്ങൾ ഉപയോഗിച്ച് തന്നെ അവിടെയും ആക്രമണം നടത്തുന്നു. ഈ രണ്ട് സംഗതികളും രണ്ട് ഭാഗത്ത് നടന്നുകൊണ്ടിരിക്കുകയാണ് ഇപ്പോൾ പുതുതായിട്ട് ഈ സാധനം ചെയ്തിരിക്കുന്നത്. എന്ന് പറഞ്ഞാൽ ഇത് പിന്നെ ഹിസ്ബുള്ളയെ തകർക്കാൻ, ഇപ്പം ഹമാസിനെ ഏതാണ്ട് തകർക്കാൻ കഴിഞ്ഞു എന്ന് അവർ അവകാശപ്പെടുന്നത് പോലെ തന്നെ ഹിസ്ബുള്ളയെ തകർക്കാൻ കഴിയുമെന്നുള്ള ഒരു പിന്നെ എന്താ പറയുക, അങ്ങനത്തെ ഒരു കണക്കുകൂട്ടലോ മറ്റോ നടത്തുന്ന, കരുതിക്കൂട്ടി നടത്തുന്ന, അല്ലെങ്കിൽ ഈ പറയുന്ന മേഖലയിലെ യുദ്ധസന്നാഹങ്ങൾ വ്യാപിപ്പിക്കാൻ വേണ്ടി തന്നെ നടത്തുന്നതാണ് എന്ന് തന്നെ ഇതിൽ നിന്ന് കഴിഞ്ഞ ഒരാഴ്ച ഇടയിൽ മേഖലയിൽ നടക്കുന്ന സംഭവങ്ങളും കഴിഞ്ഞ 2 ദിവസമായിട്ട് ഇസ്രായേലിനും പിന്നെ ലബനനും ഇടയിൽ നടക്കുന്ന സംഭവങ്ങളും കൂടെ നോക്കിയാൽ അത് മനസ്സിലാവും. ഇത് വളരെ പെട്ടെന്ന് നിൽക്കുന്നൊരു സംഗതി എല്ലാം നിൽക്കുന്നില്ല. കാരണം ഇന്നലെ വൈകുന്നേരത്തോടു കൂടി പിന്നെ തിരിച്ചടിച്ചു എന്ന് അവകാശപ്പെടുകയല്ല, തിരിച്ചടിക്കുക തന്നെ ചെയ്തിട്ടുണ്ട്. കാരണം ഇസ്രായേലിൻ്റെ 13 സൈനിക കേന്ദ്രങ്ങളിലും തെൽ അവീവിൽ പിന്നെ മൊസാദിൻ്റെ ആസ്ഥാനത്തും തെല്ലവീവിൽ മൊസാദിൻ്റെ ആസ്ഥാനത്തൊക്കെ പിന്നെ ഇത് റോക്കറ്റുകൾ പോയി പതിച്ചലും ചിത്രം ഈ ടൈംസ് ഓഫ് ഇസ്രായേൽ തന്നെ പുറത്തു വിട്ടിട്ടുണ്ട്. ഇത്രയും പിന്നെ ഇതുകൾ നടന്നു, അറ്റാക്കുകൾ അങ്ങോട്ടും ഇങ്ങോട്ടും നടന്നു. മരണത്തിൻ്റെ സംഖ്യ, ഇന്നലത്തെ ആക്രമണത്തിലെ മരണത്തിൻ്റെ സംഖ്യ തമ്മിൽ വലിയ വ്യത്യാസമില്ല. പിന്നെ ലബനനിൽ 3 മരണവും ഇസ്രായേലിൽ 1 മരണവുമാണ് ഇന്നലെ നടന്നത്. അവസാനിക്കില്ല എന്ന് പറയാനുള്ള കാരണം ഇപ്പോൾ നമ്മൾ ഇങ്ങോട്ട് കയറുന്നതിൻ്റെ തൊട്ട് മുമ്പ് 5 മിനിറ്റ് മുമ്പ് പോലും ഇസ്രായേലിൻ്റെ ഭാഗത്തു നിന്ന് പിന്നെ തെക്കൻ ലബനനിൽ ഒരു ടാർഗറ്റഡ് അറ്റാക്ക് നടന്നു. അതിൽ പിന്നെ ഈ ടാർഗറ്റ് ചെയ്ത ആളെ കൊല്ലാൻ കഴിഞ്ഞിട്ടുള്ള വാഹനം മാത്രമേ കത്തിയിട്ടുള്ളൂ. അപ്പോൾ ഈ സംഭവം ഇങ്ങനെ തുടരുക തന്നെയാണ്. അത് തുടരാൻ തീരുമാനിച്ചുകൊണ്ട് തന്നെ ചെയ്തു എന്ന് വേണം അത് മനസ്സിലാക്കാൻ. പക്ഷേ അത് പിന്നെ ഇസ്രായേലിന് അത് വിചാരിച്ചത്ര പിന്നെ ലാഭകരമാകുമോ എന്നുള്ള കാര്യത്തിൽ അവർക്ക് തന്നെ പിന്നെ സംശയമുണ്ട് എന്ന് തോന്നുന്നുണ്ട്. ഇന്നലത്തിന് ശേഷം അവിടെ ഗവൺമെൻറ്റിനുള്ള അഭിപ്രായ വ്യത്യാസങ്ങളും സംഭവങ്ങളൊക്കെ പുറത്തു വരുന്നുണ്ട്. പക്ഷേ അതേ സമയത്ത് തന്നെ ഈ പിന്നെ ഇസ്രായേലിനെ സംബന്ധിച്ചിടത്തോളം, പ്രത്യേകിച്ച് ബെന്യാമിൻ നെതന്യാഹുവിനെ സംബന്ധിച്ചിടത്തോളം, അദ്ദേഹം ഇപ്പോഴും അതിഭയങ്കരമായിട്ട് ഈ തീവ്ര വലതുപക്ഷക്കാരുടെ വല്ലാത്ത സമ്മർദ്ദത്തിൻ്റെ ഉള്ളിലാണ് എന്നും പറയേണ്ടി വരും. അയാൾ വിചാരിച്ചാൽ പോലും പിന്നെ പുറത്തു കിടക്കാൻ പറ്റാതെ. ഇന്നലെ ഈ സംഭവങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. അവരുടെ പിന്നെ ഈ ദേശീയ സുരക്ഷാ മന്ത്രി പിന്നെ താൽമർ ബെൻഗിവർ പറഞ്ഞത് പിന്നെ ഈ അലക്സ പള്ളിയുടെ വളപ്പിൽ ഈ സിനഗോഗ് പണിയുമെന്ന് പ്രഖ്യാപിച്ചത്. ഇത്തരത്തിലുള്ളൊരു പ്രകോപനം ആ ഭാഗത്തും പിന്നെ ഹിസ്ബുള്ളക്കെതിരെയുള്ള നേരിട്ട് സൈനികമായ പ്രകോപനവും ഇസ്രായേലിൻ്റെയും അമേരിക്കയുടെയും അല്ലെങ്കിൽ ഈ തീവ്ര വലതുപക്ഷത്തിൻ്റെ ഭാഗത്തുനിന്ന് ഉണ്ടാകുമ്പോൾ അത് വളരെ പെട്ടെന്നുള്ള ആഴ്ചകളിലൊന്നും അല്ലെങ്കിൽ ഈ സെപ്റ്റംബർ 7 മുമ്പെങ്കിലും ഈ സംഗതി അവസാനിക്കുമെന്ന് കരുതാൻ ഒരു ന്യായവുമില്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. ജിംസ്, നെതന്യാഹുവിന് ഏറ്റവും ഒടുവിൽ വലിയ പിന്തുണയാണ് രാജ്യത്ത് ലഭിച്ചുകൊണ്ടിരിക്കുന്നത്. കാരണം ഹമാസ് നേതാക്കളെയൊക്കെ പലപ്പോഴായി വധിക്കുന്നു, ഇറാനിൽ ചെന്ന് വധിക്കുകയൊക്കെ ചെയ്യുമ്പോൾ അങ്ങനെ വലിയ പിന്തുണ. പക്ഷേ ഈ ഒരു സംഭവത്തോടു കൂടി, അതായത് ഇസ്രായേലിലേക്ക് വീണ്ടും മിസൈലുകൾ എത്തിത്തുടങ്ങിക്കഴിഞ്ഞാൽ ആളുകൾ വീണ്ടും
നെതന്യാഹുവിനെതിരെ തിരിയാനുള്ള സാധ്യതയല്ലേ കൂടുതൽ? അല്ല, ഈ ഹിസ്ബുള്ളയുടെ ഈ ആക്രമണം അവരുടെ ഒരു കമാൻഡറെ വധിച്ചതിൻ്റെ പ്രതികാരമാണ്. മുമ്പ് ഇറാനിൽ ഹമാസ് നേതാവ് ഇസ്മായിൽ ഹാനിയെ കൊല്ലപ്പെട്ടതിന് ഇറാൻ നടത്തും എന്ന് പ്രതീക്ഷിച്ചിരുന്ന ഒരു സ്ട്രൈക്കുണ്ട്. ആ സ്ട്രൈക്കിന് പകരം ഹിസ്ബുള്ള കമാൻഡറെ വധിച്ചതിന് ഇറാൻ്റെ തന്നെ സഖ്യകക്ഷിയായ ഹിസ്ബുള്ള ഒരാക്രമണം നടത്തുന്നു ഇസ്രായേലിലേക്ക്. അതിൽ ഇന്നലെ ഹസൻ നസ്രുള്ള ഈ ആക്രമണത്തിന് ശേഷം അവരുടെ അൽമനാർ എന്ന് പറഞ്ഞ ടെലിവിഷൻ ചാനലുണ്ട്. അതിൽ അദ്ദേഹത്തിൻ്റെ സ്ഥിരമായി അങ്ങനെ എന്തെങ്കിലും പ്രത്യേകതകളുള്ളപ്പോൾ അദ്ദേഹം രാഷ്ട്രത്തെ അഭിസംബോധന ചെയ്യും. അങ്ങനെ ലോകത്തെ അഭിസംബോധന ചെയ്തുകൊണ്ട് അദ്ദേഹം പറഞ്ഞത്, ഇത് ഞങ്ങൾ നേരത്തെ തന്നെ പ്ലാൻ ചെയ്ത സ്ട്രൈക്കാണ്. ഈ സ്ട്രൈക്ക് രണ്ട് കാര്യങ്ങൾക്കാണ്. ഒന്ന് ഇസ്മായിൽ ഹനിയുടെ വധം, മറ്റൊന്ന് ഇവരുടെ ഒരു കമാൻഡർ ഷുക്രിയെ വധിച്ചതിൻ്റെ പ്രതികാരം. അപ്പോൾ ഇതാര് ചെയ്യണം എന്നുള്ള കാര്യത്തിൽ ഞങ്ങൾക്കിടയിൽ എന്ന് വെച്ചാൽ ഇറാൻ, ഹിസ്ബുള്ള, ഹൂത്തികൾ, ഞങ്ങൾക്കിടയിൽ ഒരു ഡിബേറ്റ് ഉണ്ടായിരുന്നു. ആര് ആദ്യം അടിക്കണം, അതുകൊണ്ടാണ് ഇത് വൈകിയത്. അപ്പോൾ ഇപ്പോഴത്തെ ഈ സ്ട്രൈക്ക് ഞങ്ങളുടെ പ്രതികാരത്തിൻ്റെ ഒന്നാം ഘട്ടമാണ്. ഞങ്ങളിപ്പോൾ നടത്തിയിട്ടുള്ളത്. ഇപ്പോൾ ഈ തീരുമാനത്തിൽ ഞങ്ങളെടുത്തൊരു തീരുമാനം, അത് ഇസ്രായേലിലെ സിവിലിയൻസിനെ, അവിടുത്തെ പൗരന്മാരെ ആക്രമിക്കരുത് എന്നൊരു തീരുമാനം ഞങ്ങൾ എടുത്തിരുന്നു. അതിൻ്റെ കാരണം അവരോടുള്ള സ്നേഹം കൊണ്ടല്ല, പകരം ഇസ്രായേൽ തിരിച്ച് ഞങ്ങളുടെ പൗരന്മാരെ ആക്രമിക്കുന്നൊരു നില ഉണ്ടാവരുത്, ലബനാനിലെ പൗരന്മാർക്ക് ഒരു കേടും വരരുത്. അതുകൊണ്ട് ഞങ്ങൾ മിലിറ്ററി ടാർഗറ്റ്സ് മാത്രമേ ലക്ഷ്യം വയ്ക്കുമെന്ന് ഞങ്ങൾ നേരത്തെ തീരുമാനിച്ചിരുന്നു. അതിൻ്റെ ഭാഗമായി ഈ വടക്കൻ ഇസ്രായേലിൽ, അതായത് തെക്കൻ ലബനാനോട് ചേർന്ന് കിടക്കുന്ന ഇസ്രായേലിൻ്റെ ഭാഗത്തെ മൊസാദിൻ്റെ ഒരു കേന്ദ്രം, അതുപോലെ ഇവരുടെ ഒരു സുരക്ഷാ കേന്ദ്രം രണ്ടിടത്ത് ഇവർ ആക്രമിച്ചു. അതിൽ ഒരാൾ കൊല്ലപ്പെട്ടു. ഇപ്പോൾ ഹസൻ നസ്രുള്ള പറയുന്നത് അവിടെ കൊല്ലപ്പെട്ടവരുടെ എണ്ണം ഇസ്രായേൽ പുറത്തുവിടാത്തതാണ്. അവർക്ക് മാരകമായി പരിക്കേറ്റിട്ട്, മാരകമായ ആക്രമണമായിരുന്നു അത്. എത്ര പേര് കൊല്ലപ്പെട്ടെന്ന് ഞങ്ങൾക്കറിയില്ല, ഇസ്രായേലിനറിയാം. ഇസ്രായേൽ അത് പുറത്തു വിടട്ടെ എന്നാണ് അവർ പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ ഇത് ഞങ്ങളുടെ ഒന്നാം ഘട്ടം കഴിഞ്ഞു. അതിനർത്ഥം ഇനി ഞങ്ങൾ ആക്രമിക്കും. അത് സിവിലിയൻസിനെ ആക്രമിക്കില്ല എന്ന ഒരു സൂചനയാണ് ഹസൻ നസ്രുള്ള നൽകുന്നത്. ഇനി ഹൂത്തികളുടേതോ ഇറാൻ്റെയോ ഭാഗമായിട്ട് മറ്റാക്രമണം ഉണ്ടാവുമെന്ന് നമുക്കറിയില്ല. പക്ഷേ ഈ ആക്രമണത്തിൻ്റെ ഒരു പ്രശ്നം, ഇസ്രായേലിലെ ആളുകൾ നേരത്തെ തന്നെ രണ്ടായി തിരിഞ്ഞിട്ടുണ്ട്, ഇതിലും രണ്ടായി തിരിഞ്ഞിട്ടുണ്ട്. അതിൻ്റെ കാരണം വെച്ചാൽ ഈ സമയത്ത് തന്നെയാണ് നമ്മുടെ പീസ് ടോക്ക് നടക്കുന്നത് കൈറോയിൽ. അപ്പോൾ ആക്രമണം വൈകിക്കാനുള്ള കാരണം, എന്തുകൊണ്ട് ഇറാൻ അടിക്കുന്നില്ല എന്ന് കളിയാക്കുന്നുണ്ട് ഇറാനെയും ഹിസ്ബുള്ളയെയും. അപ്പോൾ ഈ ഇറാനും ഹിസ്ബുള്ളയും ഈ ആക്രമണം വൈകിപ്പിക്കാനുള്ള കാരണം നടക്കുന്ന പീസ് ടോക്കുകൾ അത് ബാധിക്കരുതെന്ന് കരുതിയാണ്. അപ്പോൾ ഈ പീസ് ടോക്കിലുള്ള പ്രശ്നം എന്താണ്? പീസ് ടോക്കുകളിൽ പുതിയ കണ്ടീഷൻസ് വയ്ക്കുകയാണ് നെതന്യാഹു ചെയ്യുന്നത്. അതായത് ജൂലൈ 2 അമേരിക്ക മുന്നോട്ട് വെച്ച ചില നിർദ്ദേശങ്ങളുണ്ട്. ഹമാസും ചില നിർദ്ദേശങ്ങൾ മുന്നോട്ട് വെച്ചിരുന്നു. അതിൻ്റെ അടിസ്ഥാനത്തിൽ ജൂലൈ 2 ആ കണ്ടീഷൻസിൻ്റെ അടിസ്ഥാനത്തിൽ മാത്രമേ കൈറോ ചർച്ച നടത്താവൂ എന്ന് ഹമാസ് പറഞ്ഞിരുന്നു. അപ്പോൾ ഹമാസ് പറയുന്നത് പുതിയ കണ്ടീഷൻസ് ഞങ്ങൾ അംഗീകരിക്കില്ല, കാരണം ജൂലൈ 2 തന്നെ തിരിച്ചു പോകണം. എന്തിനാണ് നെതന്യാഹു പുതിയ കണ്ടീഷൻസ് വയ്ക്കുന്നത് വെച്ചാൽ, അവർ പീസ് ടോക്ക് ആഗ്രഹിക്കുന്നേ ഇല്ല എന്ന് മാത്രമല്ല, വെടിനിർത്തൽ നെതന്യാഹുവിൻ്റെ അജണ്ടയിലേ ഇല്ല. നെതന്യാഹു പറഞ്ഞതിനെ നിർത്തിയാൽ തന്നെ 6 ആഴ്ച കഴിഞ്ഞാൽ തിരിച്ച് രണ്ടാമത് അടിക്കണം. അതായത് യുദ്ധം നിർത്തുക എന്നുള്ളത് നെതന്യാഹുവിൻ്റെ അജണ്ടയിലില്ല. ഇസ്രായേലിലെ തീവ്ര വലതുപക്ഷത്തിൻ്റെ അജണ്ടയിൽ ഈ യുദ്ധം അവസാനിപ്പിക്കണമെന്നേ ഇല്ല. ഇസ്രായേലിൻ്റെ ലക്ഷ്യം എന്താണെന്നുള്ളത് ഈ ഒരു വർഷമാകാൻ പോവുകയാണ്. ഇപ്പോൾ ഒക്ടോബറിൽ എന്താണെന്നുള്ളത് വ്യക്തമായി കഴിഞ്ഞതാണ്. ഗസ ഇല്ലാതാക്കുക, ഹമാസ് ഇല്ലാതാക്കുക എന്നുള്ളതല്ല, ഗസ അവിടെ നിന്ന് വൈപ്പൗട്ട് ചെയ്യുക, അത് അനക്സ് ചെയ്യുക ഇസ്രായേലിൽ. ഈ ആളുകളെ ഏതെങ്കിലും അഭയാർത്ഥി ക്യാമ്പിലേക്കോ മറ്റൊരിടത്തേക്ക് പാർപ്പിക്കുക. ഇപ്പോൾ പുതിയ കണ്ടീഷൻ വന്നത് എന്താണെന്ന് വെച്ചാൽ, ഈ ഫിലാഡൽഫി കോറിഡോർ എന്ന് പറയുന്ന ഗസയുടെയും ഇസ്രായേലിൻ്റെയും ഈജിപ്തിൻ്റെയും അതിർത്തിയിലുള്ള ഒരു പ്രദേശമുണ്ട്. അവിടുത്തെ സൈനിക സാന്നിധ്യം തുടരണം എന്നുള്ളതാണ് പുതിയ കണ്ടീഷൻ. അത് ഹമാസ് അംഗീകരിക്കില്ല. ആ ഒരൊറ്റ കണ്ടീഷനിലാണ് ഇപ്പോൾ ചർച്ച വഴിമുട്ടി നിൽക്കുന്നത്. അപ്പോൾ നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ, ഈ അമേരിക്ക പറയും ഉടൻ തന്നെ ഞങ്ങൾ വെടിനിർത്തൽ കൊണ്ടുവരും. UN സെക്യൂരിറ്റി കൗൺസിൽ പാസ്സാക്കിയ പ്രമേയത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് ഈ പീസ് ടോക്ക് നടക്കുന്നത്. അപ്പോൾ ഞങ്ങളിപ്പോൾ വെടിനിർത്തൽ കൊണ്ടുവരും, ബൈഡൻ ഇറങ്ങുന്നതിന് മുമ്പ് വെടിനിർത്തൽ സാധിക്കും, അല്ലെങ്കിൽ അടുത്ത പ്രസിഡന്റ് വരുന്നതിന് മുമ്പ് സാധിക്കും, അല്ലെങ്കിൽ അടുത്ത പ്രസിഡന്റ് വരുമ്പോൾ വെടിനിർത്തൽ വരും. ഇതൊക്കെ പറയുന്നത് വെറുതെയാണ്. ഇപ്പോൾ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് പ്രഹസനം മാത്രമാണ്. അത് ചർച്ചാ പ്രഹസനമാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. കാരണം ഇസ്രായേലോ നെതന്യാഹുവോ വെടിനിർത്തൽ ആഗ്രഹിക്കുന്നേയില്ല. ബന്ദികളുടെ മോചനം അവരുടെ അജണ്ടയിലേ ഇല്ല. ബന്ദികളെ മോചിപ്പിച്ചുകൊണ്ടുവരിക എന്നുള്ളത് നെതന്യാഹുവിൻ്റെ ഇസ്രായേലിൻ്റെ അജണ്ടയിലേ ഇല്ല. അപ്പോൾ നമ്മൾ മുമ്പ് പറഞ്ഞുകൊണ്ടിരുന്ന കാര്യമാണ്, ഇതൊക്കെ വെറുതെ ആയിരിക്കും. ഈ യുദ്ധം 2024 അവസാനിക്കാൻ പോകുന്നില്ല. 2024 അവസാനിക്കാൻ പോകുന്നില്ല എന്ന് പറയാൻ കാരണം അത് നമ്മൾ മാത്രം പറയുന്നതല്ല. 2025 ഈ യുദ്ധം തുടരും എന്ന് പറഞ്ഞുകൊണ്ട് ഇസ്രായേലിൻ്റെ സാമ്പത്തിക നിലയെ റേറ്റ് ചെയ്യുന്ന ഏജൻസികൾ ഇസ്രായേലിൻ്റെ റേറ്റിംഗ് താഴ്ത്തിയിട്ടുണ്ട്. കാരണം ഇതിപ്പോൾ തീരാൻ പോകുന്നില്ല എന്ന് റേറ്റിംഗ് ഏജൻസികൾ, അതായത് എക്കണോമിക് പാരാമീറ്റേഴ്സ് മാത്രം ശ്രദ്ധിക്കുന്ന ഏജൻസികൾ അത് മനസ്സിലാക്കുകയാണ്. 2024 തീരില്ല, 2025 തുടരുമെന്ന്. അതുകൊണ്ടാണ് പറയുന്നത് ഇത് ഇസ്രായേലിൻ്റെയും ഫലസ്തീൻ്റെയും വിധി നിർണ്ണയിക്കുന്ന ഒരു യുദ്ധമായിരിക്കും. യെസ്, ഇന്നത്തെ ഔട്ട് ഓഫ് ഫോക്കസ് ഇവിടെ പൂർത്തിയാവും. നാളെ വീണ്ടും കാണാം. നമസ്കാരം.